ഈ ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ അത് ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല, 50,000-ത്തിലധികം ആൾക്കാരെ ഒഴിപ്പിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ കാട്ടുതീയുടെ അവസ്ഥ? ഈ ലോസ് ഏഞ്ചൽസിൽ ഇപ്പോൾ പുതുതായി പൊട്ടിപ്പുറപ്പെട്ട ഈ കാട്ടുതീ ഏതാണ്ട് 24% നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് അല്പമണിക്കൂർ മുമ്പുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ 10,000-ത്തിലധികം ഏക്കറുകൾ കത്തി നശിച്ചിരിക്കുകയാണ്. കുടിയൊഴിപ്പിക്കൽ ഓർഡറുകൾ ഇപ്പോഴും നിലവിലുണ്ട്. പ്രത്യേകിച്ച് കാസ്റ്റേക്ക് ലേക്ക് മേഖലകളിൽ റെഡ് ഫ്ലാഗ് വാർണിംഗ്സ് ഉണ്ട്. റെഡ് ഫ്ലാഗ് വാർണിംഗ്സ് എന്ന് പറഞ്ഞാൽ ഈ കാട്ടുതീ വലിയ തോതിൽ വ്യാപിക്കുമ്പോൾ അല്ലെ അഗ്നി വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഒരു വാർണിംഗ് ആണ് ഇത്. സദേൺ കാലിഫോർണിയയിൽ വെള്ളിയാഴ്ച രാവിലെ വരെ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു അല്പം ആശ്വാസമുള്ള ഒരു വാർത്ത, ഈ വാരാന്ത്യത്തിൽ മഴ വരുവാനുള്ള സാധ്യതയുണ്ട്. ഈ തീ ഇത്ര വ്യാപിക്കുവാനുള്ള കാരണം ഈ അപകടകരമായ കാറ്റും അവിടുത്തെ ഈ വരണ്ട കാലാവസ്ഥയുമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ശനിയാഴ്ച ഈ മേഖല സന്ദർശിക്കുന്നുണ്ട്. ഏതാണ്ട് $350 മില്യൺ നാശനഷ്ടമാണ് ഈ പൊതു ഗവൺമെന്റ് ഫെസിലിറ്റീസിന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ 2 തീപിടുത്തം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ പാലിസേഡ്സിൽ 72% തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏതാണ്ട് 6,000-ത്തിലധികം കെട്ടിടങ്ങളാണ് അവിടെ നശിച്ചത്. അതുപോലെ ഈറ്റണിലെ തീ ഏതാണ്ട് 95% നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 14,000 ഏക്കറാണ് കത്തി നശിച്ചത്. 9,000-ത്തിലധികം കെട്ടിടങ്ങൾ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു മധു കൊട്ടാരക്കര. യഥാർത്ഥത്തിൽ ഈ ലോസ് ആഞ്ചൽസിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ കാറ്റ് വലിയ തടസ്സമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ സംവിധാനങ്ങളൊക്കെ ആയുധം കയ്യിലുള്ള അമേരിക്കയ്ക്കാണ് ഇത് കഴിയാതെ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജന്മാവകാശം വഴിയുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തിന് ഫെഡറൽ കോടതിയുടെ സ്റ്റേ ഉത്തരവ് വന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തിയ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് ഉത്തരവിട്ടത്. ഒരുപാട് ഇന്ത്യക്കാരെ, അതായത് അമേരിക്കയിൽ താമസമായി അവിടെ ജനിച്ച കുട്ടികൾക്ക് അവിടെ അമേരിക്കൻ പൗരത്വം ഇല്ലാതെ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു സംഭവിക്കാൻ പോകുന്ന. ആ ഉത്തരവിനാണ് ഇപ്പോൾ സ്റ്റേ കിട്ടിയിരിക്കുന്നത്.